ഇതാണ് പോക്കോ X4 Pro 5G ഫോണാണ്. 16,500 രൂപയാണ് ഇതിൻ്റെ വില. പോക്കോയുടെ ഫോണുകൾക്ക് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അതിൻ്റെ സ്റ്റൈലിഷ് ലുക്ക് ഒന്ന് വേറെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റെല്ലാ ഫോണായിട്ട് കമ്പയർ ചെയ്താലും ഏറ്റവും നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഫോൺ ഇത് തന്നെയാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെയാണ്. പക്ഷേ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കവർ ഇട്ട് വേണം യൂസ് ചെയ്യാൻ. അത്യാവശ്യം നല്ല രീതിയിൽ ഫിംഗർ പ്രിൻ്റൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. എനിക്ക് ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള നല്ല അടിപൊളി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാനിപ്പോൾ ഔട്ട്സൈഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ. അതുപോലെ 8 മെഗാ പിക്സലിന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. മാക്രോ ലെൻസൊക്കെ കോമഡിയാണ്. ജസ്റ്റ് 3 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ 64 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. നമുക്ക് അത്യാവശ്യം വെട്ടം വെളിച്ചുള്ള സാഹചര്യത്തിലൊക്കെ നല്ല അടിപൊളി ഫോട്ടോ ആണ് കിട്ടുന്നത്. കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ്, എന്നാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടല്ലോ 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. വെട്ടമുള്ള സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ അത്യാവശ്യം വാഷ് ഔട്ട് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നത്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ചാർജിങ്ങിനായിട്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. 5G ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഗെയിമിങ്ങും പരിപാടികളൊക്കെ നടക്കും. ഹെവി ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു ഫോണിലും നമുക്ക് ഹെവി ആയിട്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റില്ല. 64 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നും. സെൽഫി ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. ഈ ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഫോണുള്ളത് സാംസങ്ങിൻ്റെ F23 ആണ്. പക്ഷേ F23യുടെ ഡിസ്പ്ലേ അത്ര നല്ല ഡിസ്പ്ലേ അല്ല. പക്ഷേ ഇതിൻ്റെ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും നമുക്ക് ഒരു ദിവസത്തിന് മേളിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് 16,500 രൂപയാണ്. ക്രെഡിറ്റ് കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 15,500 കിട്ടും. ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇത് ബെറ്റർ ആയിട്ടുള്ള ഫോണാണ്. പക്ഷെ ഒരു കാര്യം മറക്കല്ല്, ഇത് പോക്കോയുടെ ഫോണാണ്. പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സംഭവങ്ങളൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പോക്കോയുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, നല്ല 8ന്റെ പണി കിട്ടും. ഇതിനു മുമ്പ് ഞാൻ പോക്കോയുടെ X2 ഒക്കെ യൂസ് ചെയ്തതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ക്യാമറയൊക്കെ അടിച്ചു പോയി. പിന്നെ സർവീസ് സെന്ററിൽ പോയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ശരിയാക്കി കിട്ടിയത്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും മികച്ചൊരു ഫോണാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത് ഗെയിമിങ്ങിനൊന്നും പറ്റിയ ഫോണല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഗെയിമിങ്ങും പരിപാടികളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോണം.